ഹായ്, നമ്മള് കുറെ ദിവസമായി ട്യൂട്ടോറിയൽ വീഡിയോ തന്നിട്ട് കുറച്ച് ദിവസം ഓണം പരിപാടി, അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ പനിച്ചു കിടന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ട് ഇപ്പം നമ്മൾ ഗെയിം ഡെവലപ്മെന്റിന്റെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തു, ബേസിക് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ വല്ലതും കോഡ് ചെയ്യണം നമുക്ക്. അപ്പൊ നമുക്ക് C# എങ്ങനെയാണ് ബേസിക് ആയിട്ട് C# എങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് C# ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്റെ കൂടെ ഇരിക്കുന്നത് ഷബീർ അലി. നീ ഇതിന് മുന്നേ ഏതെങ്കിലും വീഡിയോ വന്നിട്ടുണ്ടോ? ഞാൻ വേറെ വീഡിയോയിലൊന്നും വന്നിട്ടില്ലല്ലോ. ട്യൂട്ടോറിയൽ വന്നിട്ടില്ല. ലൈവില് വന്നിട്ടുണ്ട്. ആ ഒരു ദിവസം ലൈവില് എന്റെ പേടിക്കാവ് ഇരുന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പോ ഷബീർ അലി നമ്മുടെ മലപ്പുറംകാരൻ തന്നെയാണ്. കൊച്ചിയിലെ നമ്മുടെ ബ്രോക്യാമ്പിന്റെ താരവും അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ടുള്ള താരമാണ്. ഈ ചിരിച്ചിരിക്കുന്നത് നോക്കണ്ട, കുട്ടികളുടെ ഭയങ്കര പേടിയൊക്കെ ഉള്ള ഒരാളും കൂടിയാണ്. ഇവിടെ വളരെ ചിരിച്ച് സൗമ്യനായിട്ടിരിക്കുന്നതേ ഉള്ളൂ. മതിയാ? ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറയാൻ പറ്റൂല. അപ്പോ ഷബീർ അലി ആണ് നിങ്ങളെ C# പഠിപ്പിക്കുന്നത്. C# മൊത്തം പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാ, C# എടുക്കല്ലേ, കൂടുതൽ കഥ പറയണ്ട. ഷബീർ അലിനെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് അടുത്ത ഗെയിം ഡെവലപ്മെന്റ് സീരീസുകളിൽ എല്ലാ വീഡിയോയിലും നമ്മുടെ അരുണിന്റെ കൂടെ ഇനി ഷബീർ അലി ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി സംശയങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അരുണിനെ ബ്ലോക്ക് ചെയ്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യം ചോദിച്ച് അവസാനം പെട്ടുപോയി. പലരും അത് പറഞ്ഞില്ലേ, മറ്റെന്താണ് XYZ ആക്സിസ് ഞാൻ ചോദിച്ചിട്ട് പലരും പറഞ്ഞ് ചോദിച്ചത് നന്നായിന്. പലരും പറഞ്ഞു എന്ത് പൊട്ടനാണിത്. എന്തായാലും അപ്പൊ അതുപോലുള്ള മണ്ടത്തര ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇനി ഷബീർ അലി ഇവിടെ ഉണ്ടാവും അരുണിനോട്. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ടുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഷബീറിനെ കുറിച്ച്. അപ്പം ഇനി ഷബീർ അലി ആയിരിക്കും ട്യൂട്ടോറിയലിലെ എല്ലാ കാര്യങ്ങളും നോക്കുക. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് C# ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ ID ഇൻസ്റ്റാൾ ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലിങ്ക് കിട്ടും. നിങ്ങൾ വിൻഡോസ് ആണോ മാക് ആണോ അതനുസരിച്ച് ലിങ്ക് കയറുക, അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ചെയ്ത് റെഡി ആക്കുക, വിഷ്വൽ സ്റ്റുഡിയോ റെഡി ആക്കി വെക്കുക. വളരെ ഈസി ഇൻസ്റ്റാളേഷനാണ്. നിങ്ങൾ എല്ലാത്തിനും ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കേസേ ഉള്ളൂ. ഇനി എന്താ പറയുക, ചെയ്യേണ്ടവർ ആ ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു ഘട്ടം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 100K കോഡിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. 100K കോഡിംഗ് ചലഞ്ച് നമ്മുടെ സീരീസ് ചെയ്യാത്ത ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ C# അല്ലേ ചെയ്യണത്, അതിൽ Java അല്ലേ പഠിപ്പിക്കുന്നത്, അതിൽ C അല്ലേ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര മടിയന്മാരാണ്. ഓരോരുത്തർ പറയും അതല്ല, അതുകൊണ്ട് ഞാൻ ഇത് നോക്കണില്ല എന്നൊക്കെ പറയും. പക്ഷെ C# എക്സാക്ട് നമ്മൾ നോക്കിയപ്പോൾ ജാവയുടെ അതേപോലെ തന്നെ അല്ലേ, ചെറിയ പേരുകൾ അങ്ങോട്ട് മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാമിംഗ് അറിയാത്ത ആൾക്കാർക്കും പ്രോഗ്രാമിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ 100K കോഡിംഗ് ചലഞ്ചിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ 100K കോഡിംഗ് ചലഞ്ചിൽ Cയും ജാവയും വെച്ചിട്ട് പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ, നമ്മൾ കോളേജൊന്നും പഠിക്കുന്ന രീതിയിലല്ല, വളരെ രസകരമായിട്ട് ആ സാധനം പഠിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും, ഏത് +2കാരും ഏത് 10ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന സാധനമാണ്. പഠിക്കുക, മടി കാണിക്കാണ്ടിരിക്കുക. അപ്പൊ ആ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പോയിട്ട് ആദ്യം ചെയ്യുക. അത് ചെയ്യാതിരിക്കുന്ന മടി കാണിക്കുന്ന ആൾക്കാർ വേഗം പോയി ചെയ്തിട്ട് വരിക, അല്ലാണ്ട് ഇവിടെ ഇരിക്കേണ്ട. അല്ല ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട്. നമ്മൾ ഒരുപാട് കോഡ് ചെയ്തിരിക്കുന്നില്ല. C# വലിയൊരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല. C# ജസ്റ്റ് അതുമായിട്ട് കമ്പയർ ചെയ്ത് എന്താണ് മാറ്റം, ജാവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മാറ്റം, അതിനെ കുറിച്ച് മാത്രമേ അവിടെ സംസാരിക്കുന്നുള്ളൂ. സോ 100K കോഡിംഗ് ചലഞ്ച് ചെയ്തവർ മാത്രം ഇവിടെ ഇരിക്കുക, അല്ലാത്തവരെ ട്യൂട്ടോറിയൽ കണ്ടിട്ട് കാര്യമില്ല. വേഗം കാണുക, അതിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 100K കോഡിംഗ് ചലഞ്ച് കാണാത്ത ആൾക്കാർക്ക് ബേസിക് കോഡിംഗ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടോളൂ കേട്ടോ. ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താണ്, ബേസിക് കോഡിംഗ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടോളൂ. പിന്നെ എസ്പെഷ്യലി ഈ അറിയും എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കോളേജിൽ പഠിച്ചിട്ട് നിങ്ങൾ മറ്റേ ലാബ് എക്സാമിന് വല്ലതും പേപ്പർ വെച്ച് എഴുതിയ ആൾക്കാരോ അല്ലെങ്കിൽ കോളേജിൽ വല്ല കുറെ മാർക്ക് മേടിച്ചതിന്റെ പേരിൽ അറിയുന്നുള്ള കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റിപ്പിടിക്കുക. 100K കോഡിംഗ് ചലഞ്ചിൽ അത് കൺസെപ്റ്റ് ഭയങ്കര രസകരമായിട്ട് ഇന്നേ വരെ നിങ്ങൾ പഠിക്കാത്ത രീതിയിലാണ് 100K പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഞാൻ എടുത്തോണ്ട് മാത്രല്ല, സിമ്പിൾ ആണ്. നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കുന്നില്ലേ ബ്രോക്യാമ്പില്, ഒന്നും അറിയാത്തവര്. ആയിക്കോട്ടെ. അപ്പോ 100K കോഡിംഗ് ചലഞ്ച് വളരെ സിമ്പിൾ ആണ്. സോ അത് വാച്ച് ചെയ്യുക, വാച്ച് ചെയ്തിട്ട് മാത്രം ഇവിടെ വരിക.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഒരു സാമ്പിൾ കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓപ്പൺ ചെയ്ത് സാമ്പിളൊക്കെ റൺ ചെയ്ത് നോക്കിയല്ലോ അല്ലേ അതൊക്കെയാണ് ഇതിപ്പോൾ ഒരു സാമ്പിൾ കോഡ് ഇവർ കാണിച്ചിരിക്കുന്ന കോഡാണ് അപ്പോൾ ഞാനിതൊരു W3 സ്കൂൾസ് ഏതെങ്കിലും ഒരു C# ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ W3 സ്കൂൾസിന്റെ C# ട്യൂട്ടോറിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ഹലോ വേൾഡ് ക്ലാസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാറ്റിക് വേർഡ് മെയിൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ജാവ ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരും പെട്ടെന്ന് മനസ്സിലാവും. യൂസിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പാക്കേജിന് ഇമ്പോർട്ട് യൂസ് ചെയ്യില്ല ജാവയില്, അതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി നെയിം സ്പേസ് ഹലോ വേൾഡ് ഇതല്ല നിന്റെ ഡൗട്ട്. നെയിം സ്പേസ് എന്തിനാന്ന് വെച്ചാല് പാക്കേജിൽ നിന്ന് എടുക്കുകയും ഏത് പാക്കേജിലാണ് ഈ ക്ലാസ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യാറുണ്ട് പാക്കേജ് എന്നുള്ള കീവേഡ് വെച്ചിട്ട്. ആ സംഭവമാണ് ഈ നെയിം സ്പേസ്. പിന്നെ ഇമ്പോർട്ട് വെച്ചിട്ട് ഏതോ പാക്കേജ് നമ്മൾ കുറെ ലൈബ്രറീസ് എടുക്കും, അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് യൂസ് ചെയ്യും. അതാണ് ഇവിടെ യൂസിങ് വെച്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളൊരു സ്പെസിഫിക് പാക്കേജ് നമ്മളിപ്പോ എഴുതാൻ പോണ ക്ലാസ് ഒരു പാക്കേജിലോട്ട് വെക്കണം നമുക്ക്. ആ ഒരു പരിപാടിയാണ് എന്നുള്ള എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? കുറെ ക്ലാസ്സുകൾ ഒരു പാക്കേജിനുള്ളിൽ വെക്കൂലേ, അപ്പൊ അതാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജാവയിലെ പാക്കേജ് സ്പേസ് ഒരു പാക്കേജ് നെയിം എഴുതും, എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ക്ലാസ് എഴുതുക. അതേ സംഭവം ഇവിടെ ഇപ്പൊ കിട്ടിയ ഇനി ഡൗട്ട് എന്താണ്? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. പിന്നെ കഴിഞ്ഞ ബാക്കി ക്ലാസ് നമുക്കറിയാം, ക്ലാസ് പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതേപോലെ സ്റ്റാറ്റിക് വേർഡ് മെയിൻ എക്സാക്ട് നമ്മൾ എന്താണോ ജാവയിൽ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിക് വേർഡ് മെയിൻ അതൊക്കെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതേപോലെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എന്നുള്ള കോഡ് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂസിങ് സിസ്റ്റം എന്ന് യൂസ് ചെയ്ത് എന്തിനാ അറിയോ? ഈ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ, ഈ കൺസോൾ എന്നുള്ള ക്ലാസ് സിസ്റ്റം എന്നുള്ള ഈ ഒരു പാക്കേജിനുള്ളിലാണ് കിടപ്പുള്ളത്, ഈ ലൈബ്രറിയിലാണ് കിടപ്പുള്ളത്. ആ സിസ്റ്റത്തിൽ നിന്നാണ് കൺസോൾ എടുത്തിട്ടുള്ളത്. അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സിസ്റ്റം ഡോട്ട് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എന്ന് എഴുതാം. കിട്ടിയ സിസ്റ്റം ഡോട്ട് കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എഴുതാം, അല്ലെങ്കിൽ യൂസിങ് സിസ്റ്റം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എഴുതാം. ഇനി വേറെ ഇപ്പൊ നമ്മൾ നേരത്തെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ, യൂസിങ്ങോ ഇതൊന്നും എഴുതിയിട്ടില്ല, ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഇവിടെ ഡിപ്പെൻഡൻസീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഉള്ളത്, എവിടേക്കാണ് എന്നൊക്കെ ഉള്ളത് ഓൾറെഡി പാക്കേജുകളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റ് കൺസോളോട്ട് റൈറ്റ് ലൈൻ എഴുതിയാൽ തന്നെ വർക്ക് ആവണത്. ഓക്കെ. ഇതൊക്കെ ബേസിക്സ് ആയിട്ട് ഇതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മളൊരു ട്യൂട്ടോറിയൽ ബേസിക് ആയിട്ട് ഇപ്പൊ സിൻടാക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. സിൻടാക്സിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടെ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൺസോളോട്ട് റൈറ്റ് ലൈൻ കൊടുത്താൽ മതി. പിന്നെ വേറെ പറഞ്ഞു കൺസോളോട്ട് റൈറ്റ് എന്നുള്ളൊരു കോഡ് ഉണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ ഇതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ. നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഒരു പ്രാവശ്യം പ്രോഗ്രാമുകൾ റൺ ചെയ്ത് നോക്കുക, ഓരോ പ്രോഗ്രാമുകൾ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. റൈറ്റും റൈറ്റ് ലൈനും തമ്മിൽ എന്താ ഡിഫറൻസ്? ന്യൂ ലൈൻ വരും, റൈറ്റ് ലൈൻ ആകുമ്പോൾ ന്യൂ ലൈനിൽ വരും. റൈറ്റ് എന്ന് പറയുമ്പോൾ അതേ ലൈനിൽ തന്നെ എഴുതും. നമ്മൾ പ്രിന്റ് എല്ലാം ഉണ്ടല്ലോ ജാവയില്, ആ സംഭവം തന്നെ. പിന്നെ കമന്റ്സ് ഉണ്ട്. നമുക്ക് കമന്റ്സ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ലാഷ് ഇടാം. അതൊക്കെ ജാവത്തെ സെയിം തന്നെ. അതേപോലെ /* മൾട്ടി ലൈൻ ഉണ്ട്, /* അത് അതേപോലെ തന്നെ. പിന്നെ വേരിയബിൾസ് എന്താ, വേരിയബിൾസ് നമ്മൾ അവിടെ യൂസ് ചെയ്ത് അതേപോലെ തന്നെ ഇന്റ്, ക്യാര്, ഡബിള്, സ്ട്രിങ്, ബൂള് ഇതൊക്കെ തന്നെ സെയിം തന്നെയാണ്. പിന്നെ ഡാറ്റ ടൈപ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ എത്ര സൈസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എല്ലാ പ്രോഗ്രാമും ഇപ്പോൾ സിയിലുള്ള ജാവയിലൊക്കെ ഉള്ള സെയിം സംഭവം തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് വരുന്നുണ്ട്, അതായത് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ എടുത്തിട്ട് ഡബിളോട്ട് അസൈൻ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കാസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അത് ഇംപ്ലിസിറ്റ് കാസ്റ്റിംഗ് എന്ന് പറയും. പിന്നെ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, ഇതൊക്കെ സെയിം ജാവയിൽ കൺവേർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതൊന്നും ജാവയിൽ അറിയാത്ത ആൾക്കാരും വല്ലാതെ ശ്രദ്ധിക്കേണ്ട, വിട്ടേക്കുക. സിമ്പിൾ കാര്യങ്ങൾ കൺവേർഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ പോയിന്റ് ഉള്ള വാല്യൂവിനെ പോയിന്റ് ഇല്ലാത്ത വാല്യൂ ആയിട്ട് മാറ്റുക, അങ്ങനെയുള്ള കൺവേർഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് യൂസർ ഇൻപുട്ട്, അതായത് കീബോർഡിൽ നിന്ന് എങ്ങനെ ഒരു ഇൻപുട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കൺസോളോട്ട് റീഡ് ലൈൻ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്ത് ഈ യൂസർ നെയിമിലോട്ട് എന്ത് വരും, കീബോർഡിൽ നിന്ന് കിട്ടിയുള്ള ഡാറ്റ വരും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ 2 സംഖ്യയുടെ സമ്മാനുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക, 2 സംഖ്യയുടെ സമ്മ് കാണാം. അതായത് എങ്ങനെ കൺസോളോട്ട് റൈറ്റ് ലൈനിൽ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, 2 നമ്പറിലോട്ട് 2 ഇൻറ്റിലോട്ട് എന്ത് ചെയ്യുക, റീഡ് ലൈൻ വെച്ചിട്ട് ആ വാല്യൂ 2 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ആഡ് ചെയ്യുക, എന്നിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ടൈപ്പ് കൺവേർഷനൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാനും മുന്നത്തെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള മോഡ്യൂൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, 2 ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. കിട്ടിയാ? അപ്പോൾ അത് അവർ ചെയ്യണം.
കണ്ടുപിടിച്ച് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ടീമിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള സപ്പോർട്ട് ടീമിലോട്ട് കയറുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക, പറഞ്ഞുതരും. 2 സെക്കൻഡ് സമ്മ് കാണുന്ന പ്രോഗ്രാം ഇവിടുന്ന് ചെയ്തു തുടങ്ങുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് നമ്പർ, അതാണ് ഇൻപുട്ട് നമ്പേഴ്സിൻ്റെ ഇതൊക്കെയാണ്, കൺസോളോട് റീഡ് ലൈൻ തന്നെയാണ്, നമ്പർ ഇതാക്കാൻ തന്നെ. കനോട്ട് ഇംപ്ലിസിറ്റ് കൺവേർട്ട് ടൈപ്പ്, അതാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കോഡ് പറഞ്ഞിട്ടുണ്ട്. കൺവേർട്ട് .2 × 32 ഇങ്ങനെ റീഡ് ലൈൻ എഴുതിയാലാണ് ഇൻഡ് കിട്ടുക. അപ്പോൾ അതും കിട്ടി. അപ്പോൾ 2 സെക്കൻഡ് സമ്മ് കണ്ടു. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പ്ലസ് മൈനസ് ഒക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ മാത്ത് നിങ്ങളിപ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യം മാത്തമാറ്റിക് ഇക്വേഷൻസോ അബ്സല്യൂട്ട് അതൊന്നും ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ സ്ട്രിങ് അതൊക്കെ നമ്മൾ ഓൾറെഡി സെയിം തന്നെ. സ്ട്രിങ്ങിൽ വല്ലാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, പോട്ടെ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 100K ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈഫ് എൽസ് ആണ് അടുത്ത് നോക്കേണ്ടത്. അതായത് 2 കേസസ് ഉണ്ട്, അതിൽ ഏതാണ് സെലക്ട്. ഇപ്പോൾ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ അത് 0-നേക്കാൾ വലുതാണോ വെച്ചത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കണ്ടുപിടിക്കുക. 2 കേസസ് അല്ലേ? അപ്പൊ അതിനെന്താ നമ്മൾ യൂസ് ചെയ്ത് ഈഫും എൽസ് ആണ്. സെയിം ഈഫ് എൽസ് അല്ലേ ഇവിടെ ആണ്, അതന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതും അവർ ചെയ്ത് നോക്കിക്കോട്ടെ അല്ലേ? ആ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കുക, ഏത് നമ്പറാണ് വലുത്, ഏത് വലുതാണ്. പിന്നെ ഏത് പ്രോഗ്രാം കൊടുക്കുക? 3 നമ്പർ ഇട്ടിട്ട് ഇതിലേതാ വലുത് എന്നുള്ളത്. അപ്പൊ എൽസി കൂടി വരും, അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഈഫ് എൽസീഫ് വെച്ചിട്ട് എൽസീഫ് ആ രീതിയിൽ നോക്കാം അല്ലെ? അതിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈഫ് എൽസീഫ് അങ്ങനെ ചെയ്യാം. ഈഫിന്റെ ഉള്ളിൽ വേറൊരു ഈഫ് ഇട്ടിട്ടോ ആ രീതിയിലൊക്കെ ചെയ്യാം അല്ലെ? ഏത് വേണമെങ്കിൽ ചെയ്തോട്ടെ, 2 ചെയ്ത് നോക്കിക്കോട്ടെ. ഓക്കെ, അപ്പൊ അതും ചെയ്യാം. പിന്നെ ഏതെങ്കിലും പ്രോഗ്രാം കൊടുക്കാൻ പറ്റും നമുക്ക്. ഈഫ് എൽസ് 2 നമ്പർ എൻ്റർ ചെയ്തിട്ട് അതിൽ ഏറ്റവും വലുതേതാ ചെറുതേതാന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഈഫ് കണ്ടീഷൻ, അത് വേണേൽ പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ അതൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് സ്വിച്ച് കേസ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ 100K യൂസ് ചെയ്യുന്നത് പൊറോട്ട മെനു പ്രിന്റ് ചെയ്യണത്. പൊറോട്ട വേണോ ബിരിയാണി വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെനു പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാം ഓർമ്മ ചെയ്യാം. അതും എന്ത് ചെയ്യാം, C# നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വൈൽ ലൂപ്പിൽ പ്രോഗ്രാം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 1 to 10 പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 to 100 പ്രിന്റ് ചെയ്യുക, അതിന് വേണ്ടി വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക. പിന്നെ വേറെ എന്താ പ്രോഗ്രാം ചെയ്യാം, നമുക്കൊരു സ്റ്റാർ പ്രിന്റ് ചെയ്ത് നോക്കാം. സ്റ്റാർ ആദ്യം തന്നെ പ്രിന്റ് ചെയ്യണമെന്നില്ല, ആദ്യം തന്നെ ഒരു 1 to 100 ഒരു ഈവൺ നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് നോക്കുക. ഈവൺ നമ്പേഴ്സ് മൊത്തം ആഡ് ചെയ്തിട്ട് അതിന്റെ സം എടുത്തുള്ള പ്രോഗ്രാം, അങ്ങനെയുള്ള പല പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഫോർ ലൂപ്പ്, ഇതൊക്കെ സെയിം സിൻടാക്സ് ആണ്. എന്താണോ നമ്മൾ അതിനോട് ചെയ്തത് അത് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പൊ അത് ചെയ്ത് നോക്കുക. ഫോർ ലൂപ്പ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ബ്രേക്ക് കണ്ടിന്യൂ ഇതൊക്കെ സെയിം സിൻടാക്സ് തന്നെയാണ്. ബ്രേക്ക് കണ്ടിന്യൂ നമ്മൾ അതിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്, അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അറേസും ഏകദേശം സെയിം തന്നെയാണ്, യൂസ് ചെയ്യുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ്. അറയിലോട്ട് വാല്യൂ വെക്കുന്നതും എടുക്കുന്നതും ഒക്കെ സെയിം തന്നെയാണ്. അറയുടെ ലെങ്ത് കാണുന്നതൊക്കെ എന്താണോ അവിടെ യൂസ് ചെയ്തത് അതന്നെ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ അറയുടെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് സാമ്പിൾ ഇട്ട് നോക്കി വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇതിനൊന്നും ഇന്ന ട്യൂട്ടോറിയലിനെ ഒന്ന് ഫോളോ ചെയ്യണം എന്നുള്ള ഇതൊന്നുമില്ല. ഏതെങ്കിലും ഒരു റൗണ്ട് ചെയ്ത് നോക്കി പോവുക. ഇതെന്താ നോക്കുമ്പോൾ വളരെ ഈസി. അപ്പൊ നമ്മളിത് പറയണത് എന്തുകൊണ്ടാ വെച്ചാല് നമ്മളിതിൽ വല്ലാതെ കോഡ് ചെയ്യാനിരിക്കുന്നില്ല. ഇതിലെന്താ വെച്ചാൽ അരുണാണ് നമുക്ക് ഗെയിം ഡെവലപ്മെന്റിൽ കോഡ് ചെയ്യാനിരിക്കുന്നത്. അപ്പൊ അരുണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ കോഡ് ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ മുന്നിൽ നിന്ന് ചെയ്ത് നോക്കാത്തത്. എന്തുകൊണ്ട് വെച്ചാൽ പക്ഷെ നിങ്ങൾക്ക് ഇത് ഓരോന്നും മറക്കാതിരിക്കാൻ ടൈപ്പ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കണം ഒരു റൗണ്ട്. ഓക്കെ, പിന്നെ C# മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് മെത്തേഡിനെ എങ്ങനെ വിളിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാരാമീറ്റർ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി അതൊക്കെ അറിയാം. പിന്നെ C# ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളാണ്. ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ, അതൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എന്നുള്ള കീവേഡിനെ എവിടെ യൂസ് ചെയ്യണത്. അതിൻ്റെ ഉള്ളിൽ വേരിയബിൾ ഉണ്ടാവും, അതേപോലെ മെത്തേഡ്സ് ഉണ്ടാവും. പിന്നെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയും കൺസ്ട്രക്ടർ തന്നെയാണ്. പബ്ലിക് ഇതുണ്ടോ, പബ്ലിക് കാർ എന്നുള്ള ക്ലാസ്സിന്റെ പബ്ലിക് കാർ എന്നുള്ള കൺസ്ട്രക്ടർ ഉണ്ടാക്കി അതിന് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് സെയിം തന്നെ. ന്യൂ ഒബ്ജക്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റ് ഡോട്ട് മോഡൽ എന്നുള്ള വേരിയബിളിനെ വിളിച്ച്, മോഡൽ വേരിയബിൾ ആണ്. ഫോർഡ് എന്നുള്ളത് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആണ്. ഫോർഡ് ഡോട്ട് മോഡലിനെ വിളിച്ച്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ ആക്സസ് സ്പെസിഫയേഴ്സ് നമുക്ക് എന്തുണ്ട്, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഇന്റേണൽ പലതും ഉണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ്, ഗെറ്റ്, സെറ്റ്, ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് അല്ല. ഇൻഹെറിറ്റൻസ് എന്ന് അറിയാലോ, ഫീച്ചർ അറിയാം. അപ്പൊ അതെങ്ങനെ ഇൻഹെറിറ്റൻസ് നമ്മൾ എക്സ്റ്റെൻസ് ഉള്ള കീവേഡ് ജാവയിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫുൾ കോൾ ഇട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യണത്. ഓക്കെ,
അപ്പോൾ അത് മനസ്സിലാക്കി സാമ്പിൾ ചെയ്ത് നോക്കുക. പിന്നെ പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, കുറേ കൺസെപ്റ്റുകളുണ്ട്. അബ്സ്ട്രാക്ഷന് പോളിമോർഫിസം ഒരേ പേരിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, അതാണ് പോളിമോർഫിസം. മറന്നുപോയി. ഈ എക്സ്റ്റെൻഡ് ചെയ്ത പല ക്ലാസ്സിൽ ഇപ്പോൾ ആനിമൽ എന്ന ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസ് ക്ലാസ്സിലുള്ള ഒരു ആനിമൽ സൗണ്ട് എന്ന ഫംഗ്ഷൻ ഉണ്ട്. 2 ക്ലാസ്സിലോട്ട് ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ആനിമൽ സൗണ്ട് പറഞ്ഞിട്ട്. 2 സബ് ക്ലാസ്സിൻ്റെയും ഒബ്ജക്റ്റ് വെച്ചിട്ട് ആനിമൽ സൗണ്ട് വിളിക്കുമ്പോൾ രണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരേ സാധനത്തിന് 2ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇതേമാതിരിക്കുള്ള സാമ്പിൾസൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് നോക്കുക. വളരെ സിമ്പിളാണ്, സെയിം തന്നെയാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ അബ്സ്ട്രാക്ഷൻ നമ്മൾ വലിയൊരു വീഡിയോയിൽ പറഞ്ഞ് ആ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് ഇടയ്ക്കൽ. അപ്പോൾ അതേപോലെ ഇവിടെ ഈ അബ്സ്ട്രാക്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇന്റർഫേസും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ അബ്സ്ട്രാക്ഷൻ വേറെ രീതിയിൽ പോസിബിൾ ആക്കുന്നത് തന്നെയാണ്. പിന്നെ എനിംസ് അതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ആവശ്യം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫയൽസ്, എക്സെപ്ഷൻസ് ഒക്കെ. ട്രൈ ക്യാച്ച് സെയിം തന്നെ, ട്രൈ ക്യാച്ച് ഉണ്ട്, ട്രൈ ബ്ലോക്ക് ഉണ്ട്, ക്യാച്ച് ബ്ലോക്ക് ഉണ്ട്, എക്സെപ്ഷൻ ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ എന്താ പറയുക എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച് പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഓടിച്ചു വിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 2 ദിവസത്തിന് വേണ്ടി ഇരിക്കല്ലേ, 2 3 ഒരു 1 വീക്കോ വേണമെങ്കിൽ ഇരുന്നോ. എല്ലാ പ്രോബ്ലംസും എക്സാമ്പിൾ വെച്ചിട്ട് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഈവൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിന്റെ ഒക്കെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പെട്ടെന്ന് ഉണ്ടാക്കുക, ഒരു 2 3 ദിവസം സ്പെൻഡ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് നേരെ ഗെയിം ഡെവലപ്മെന്റിലോട്ട് കയറുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇതുവരെ കോഡിങ് പഠിക്കാത്ത ആൾക്കാർ, ആദ്യമായിട്ടാണ് ഗെയിം ഡെവലപ്മെന്റിലോട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു തോന്നും. പക്ഷെ വളരെ സിമ്പിളാണ്. നമ്മളൊരു മലേനെ നോക്കി കാണാൻ വലിയ എന്തോ മലയാളിക്ക് വരില്ല. അവിടുത്തെ ഓരോ സ്റ്റെപ്പ് ജമ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് 100K ഉണ്ട്. ആ 100K കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിലോട്ട് വരിക. ഇത് കണ്ടു കഴിഞ്ഞാൽ ബാക്കി സിമ്പിളായിട്ട് മനസ്സിലാവും. സോ അത്രയും പെട്ടെന്ന് ചെയ്ത് നോക്കുക, റെഡി ആവുക. അടുത്ത ദിവസം നീ ഉണ്ടാവില്ലേ? അടുത്ത ദിവസം നമ്മൾ ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് കോഡിങ് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോഡിങ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വേഗം ചെയ്ത് സെറ്റ് ചെയ്യുക. പ്രിപ്പയർ ചെയ്തിരുന്നോ? അരുണും ഷെബീർ അലിയും കൂടി അടുത്ത ദിവസം വരും അല്ലേ? അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കോ കമന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കും. അത് ആ സമയത്ത് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ സപ്പോർട്ട് ടീമിലോട്ട് കയറുക. ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് സപ്പോർട്ട് ഉണ്ടല്ലോ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് പാർട്ട് 1 വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടിനുള്ള കണക്ഷനും ആ ഗ്രൂപ്പിലോട്ട് കയറാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കിട്ടും. അപ്പോൾ അതിലോട്ടൊക്കെ കയറുക, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് പഠിക്കുക, വേഗം സെറ്റാക്കുക, ഗെയിം ഡെവലപ്പർ ആവുക. ഗെയിം ഡെവലപ്പേഴ്സിന് നല്ല സാലറി ഉണ്ട്. ബ്രോക്യാമ്പിലുള്ള പിള്ളേർക്ക് നല്ല സാലറിയിൽ ബ്രോക്യാമ്പിൽ നിന്ന് പ്ലേസ് ആയി പോയിട്ടുണ്ട് ഗെയിം ഡെവലപ്പേഴ്സ് മൊത്തം. സോ യൂണിറ്റിയിൽ നല്ല ചാൻസ് ഉണ്ട്. വേഗം വർക്കൗട്ട് ചെയ്യുക, നല്ല സാലറി മേടിക്കുക, രക്ഷപ്പെടാൻ നോക്കുക. എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തേക്ക്. അടുത്ത ദിവസം എന്ത് ചെയ്യുക, ബാക്കി നമുക്ക് ട്യൂട്ടോറിയൽ കാണാം. ഓക്കെ, ബൈ.